ആയുർവേദത്തിലൊക്കെ പറയുന്ന വാതിക ഹൃദ്രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഹൃദയത്തിന്റെ ഭിത്തികളുടെ ഒരു പമ്പിങ് പവർ കുറഞ്ഞു വരിക, ശക്തി കുറയുക എന്നുള്ളതാണ്. കാർഡിയോളജിസ്റ്റിനെ 2-3 പേരെ മാറി മാറി കാണിച്ചു, ആൻജിയോഗ്രാം ചെയ്തു, 1 വർഷം 2 വർഷത്തോളം മരുന്ന് കഴിച്ചു, എന്നിട്ടൊന്നും ഒരു കുറവുമില്ല. ഇത്തരത്തിൽ 3-4 ഫാക്ടേഴ്സ് ഒരുമിച്ച് ചെയ്തപ്പോഴാണ് ഈ വ്യക്തികളൊക്കെ സുഖമുണ്ടായത്. വെൽക്കം ടു മരിയൻ ആയുർവേദ. നാം ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കുന്നത് ചിലർക്കുണ്ടാകുന്ന അമിതമായ ഹൃദയമിടിപ്പ്. ഒരുപാട് രോഗികളായി നമ്മൾ കാണുന്നു. രാത്രി സമയത്ത് വളരെ പെട്ടെന്ന് ഒരു സഡനായിട്ട് കുറച്ച് വട്ടം ഹൃദയമിടിപ്പ് വർദ്ധിക്കും, പിന്നെ ശാന്തമാവും. ഇത് ഇവരിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാക്കുന്നു, പേടി ഉണ്ടാക്കുന്നു, ഉറങ്ങാൻ സാധിക്കാതെയൊക്കെ വരുന്നു. ഇതിന്റെ കാരണം എന്താണ്, ഇതിന്റെ ചികിത്സ എന്താണെന്നാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ശോഭയാണ്. ശോഭ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ശോഭയുടെ ഹാർട്ടിന്റെ ഇഷ്യൂസ് ആയിരുന്നല്ലോ, അത് ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പറയാമോ? എനിക്ക് ആദ്യം വരുമ്പോൾ ഞാനൊരു 4-5 വർഷമായിട്ട് എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പാണ്. രാത്രിയിൽ ഉറക്കത്തിൽ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കും, നെഞ്ചിടിപ്പ് കാരണം. പിന്നെ കുറെ കാർഡിയോളജിസ്റ്റിനെ 2-3 പേരെ മാറി മാറി കാണിച്ചു, ആൻജിയോഗ്രാം ചെയ്തു, 1 വർഷം 2 വർഷത്തോളം മരുന്ന് കഴിച്ചു, ഗുളിക കഴിച്ചിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചായിരുന്നു, എന്നിട്ടൊന്നും ഒരു കുറവുമില്ല. പിന്നെ അങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ ഡോക്ടറെ ഇത് കണ്ടിട്ട് വിളിച്ചതും ഇവിടെ വന്നതും ഇവിടെ ഇന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് നല്ല ഉറക്കമുണ്ട്. നെഞ്ചിടിപ്പ് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ നല്ല കുറവുണ്ട്, നല്ല ഉറക്കമുണ്ട്. പിന്നെ വേദനകളൊക്കെ, ജോയിൻസിനും ഇതിനൊക്കെ വേദനകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഏകദേശം മാറി സുഖമായിട്ടിരിക്കുന്നു, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേത് ഓരോ മണിക്കൂറിലുള്ള സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു, ഏറ്റവും വലിയൊരു നേട്ടമായി. ഇനി ഒരു 10-20% കൂടി കുറയാനും ഉണ്ടാവും അല്ലെ? സമയം എടുത്തിട്ട് നമ്മള് പ്രധാനമായിട്ടും ഹാർട്ടിന്റെ പമ്പിങ് കൂട്ടുന്നു, അത് ഗ്രാജുവലി കേറി വരണം. രാത്രി സമയത്തായിരുന്നു നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ നമ്മള് ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത്, ഒന്ന് രാത്രിയിൽ സർക്കുലേഷൻ കുറയും. അപ്പോ ഒന്ന് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചു രാത്രി സമയത്തുള്ള. അപ്പൊ ഒന്ന് ഹാർട്ടിന്റെ പമ്പിങ് കൂട്ടി, എത്രയും കാര്യങ്ങളാണ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയൊക്കെ നമ്മൾ ചെയ്തത്. പിന്നെ കുറച്ച് നീർക്കെട്ടുണ്ടായിരുന്നു, കഴുത്തിലൊക്കെ കുറച്ച് നീർക്കെട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പം യൂഷ്വലി ഹാർട്ടിന്റെ പമ്പിങ് കൂട്ടിയപ്പോ തന്നെ രാത്രി സമയത്ത് തണുപ്പ് കൊണ്ട് രക്തക്കുഴലുകൾ ചെറുതാവും. അതുകൊണ്ടാണ് രാത്രിയിൽ ഹൃദയമിടിപ്പല്ല കൂടുന്നത്, ഹൃദയമിടിപ്പ് കൂടുന്ന പോലെ തലയിലും പൾസേഷൻ വരുന്ന പോലെ. അതൊക്കെയായിരുന്നു ഉറക്കത്തെ തടസ്സപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ അല്ലെ? അപ്പൊ നമ്മൾ ചെയ്തത് ഇത്ര തന്നെയുള്ളൂ. കുറച്ചും കൂടിയൊക്കെ പമ്പിങ് കൂട്ടിയപ്പോ രാത്രിയിലെ തണുപ്പ് വന്നാലും നമുക്ക് രക്തോട്ടം കിട്ടി, അപ്പൊ പൾസേഷൻ കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, ശരി, താങ്ക് യു. ഇപ്പൊ നമ്മളിപ്പോ കണ്ട ഈ ഒരു രോഗിയില് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചുകൂടി സിവിയർ ആണ്. അതായത് ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഈ ഹൃദയമിടിപ്പ് വരിക. സാധാരണ രീതിയിൽ പലപ്പോഴും രോഗികൾ വരുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ പെട്ടെന്ന് സഡൻ ആയിട്ട് ഹാർട്ടിന്റെ ഇടിപ്പ് വർദ്ധിക്കുന്നു, ഇവരൊരു ഭയങ്കര പേടിയിലേക്കും ആൻസൈറ്റിയിലേക്കൊക്കെ പോകാറാണ് പതിവ്. ഇവരുടെ കേസിൽ എല്ലാ മണിക്കൂറുകളും ഇവർ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുന്നുറങ്ങുന്ന ഒരവസ്ഥയിലായിരുന്നു 2-3 വർഷമായിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഇതിൽ പ്രത്യേകിച്ച് ആൻജിയോഗ്രാം ചെയ്താൽ അതിൽ ബ്ലോക്ക് ഒന്നും കാണില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, ആയുർവേദത്തിലൊക്കെ പറയുന്ന വാതിക ഹൃദ്രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഹൃദയത്തിന്റെ ഭിത്തികളുടെ ഒരു പമ്പിങ് പവർ കുറഞ്ഞു വരിക, ശക്തി കുറയുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹൃദയത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ ചില കേസുകളിൽ നമ്മൾ ഒരു വ്യക്തി കൊടുത്ത് ക്ഷീരബലം 101 പറയുന്നതിന്റെ ഗുളികകൾ കൊടുത്തപ്പോൾ തന്നെ ഇത് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ചിലവരിലെ രക്തോട്ടത്തെ വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ കൊടുക്കുക. ചിലരിലെ ഈ ചെസ്റ്റ് മസിൽസിനെ അതിലൂടെ തൈലങ്ങൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മൾ പമ്പിങ് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ഓരോരുത്തരുടെ കേസുകൾ. ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ കേസിലാണെങ്കിൽ അവിടെ കഴുത്തിൽ കരോട്ടിഡ് ആർട്ടറി പോകുന്ന ഭാഗങ്ങളുണ്ടായിരുന്നു, നീർക്കെട്ട് തടസ്സമെല്ലാം ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ മസിൽസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ കഴുത്തില്. നമ്മൾ അത് കറക്റ്റ് ചെയ്തു. അപ്പൊ ഇത്തരത്തിലൊരു 3-4 ഫാക്ടേഴ്സ് ഒരുമിച്ച് ചെയ്തപ്പോഴാണ് ഈ വ്യക്തികളൊക്കെ സുഖമുണ്ടായത്. അപ്പോൾ ഹൃദയത്തിന്റെ അമിതമായ ഇടിപ്പ് അല്ലെങ്കിൽ ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയം നമുക്ക് വളരെ എളുപ്പത്തിൽ ആയുർവേദ മരുന്നുകളിലൂടെ പരിഹരിക്കാവുന്നതാണ്. നമുക്കറിയാം, രാത്രി സമയങ്ങളിലാണ് നമുക്ക് തണുപ്പ് കൂടുന്നത്. തണുപ്പ് കൂടുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഒരു കൈകളിലോ അല്ലെങ്കിൽ ബ്ലഡ് പോവുകയാണെങ്കിൽ നമ്മൾ ഐസ് വെച്ചാൽ പെട്ടെന്ന് ബ്ലഡ് നിൽക്കും. ദാറ്റ് മീൻസ് തണുപ്പ് വരുമ്പോൾ രക്തക്കുഴലുകൾക്ക് സങ്കോചം വരികയും രക്തം പോകുന്നത് തടയുകയും ചെയ്യും. അതുകൊണ്ടാണ് രാത്രി സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത്.
ഓൾറെഡി വളരെ ഫീബിൾ ആയിട്ടാണ് രക്തം പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയുടെ തണുപ്പും കൂടി വരുമ്പോഴേക്കും കുറച്ചും കൂടി അത് കുറയുന്നു. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ എത്താതാവുമ്പോൾ ഇവിടെ തലയിൽ പൾസേഷൻ പോലെയോ അല്ലെങ്കിൽ ഒക്കെ ഫീൽ ചെയ്യുന്നതാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വ്യക്തികളിൽ നമ്മൾ പമ്പിങ് വർദ്ധിപ്പിച്ചു. എന്തുകൊണ്ടാണ് പമ്പിങ് കുറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവരിലാണ് പമ്പിങ് കുറയുന്നത്, ഈ മസിൽസ് വീക്ക് ആവുന്നത്. അപ്പോൾ ഈ വ്യക്തിയിൽ പമ്പിങ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, അവരിലുണ്ടായിരുന്ന ഹൈപ്പർ അസിഡിറ്റിയെ കുറയ്ക്കുന്ന മരുന്നുകൾ കൂടി നമ്മൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഒരു സയന്റിഫിക് ആയിട്ട് ചികിത്സിക്കുന്നതിലൂടെ ഹൃദയ പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയം നമുക്ക് പരിഹരിക്കാവുന്ന ഒരുപാട് മരുന്നുകൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള ചികിത്സകൾ, ഉരോവസ്ഥി എന്ന് പറയുന്ന ചികിത്സകൾ, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇത് ഹൃദയത്തിന്റെ പേശികളുടെ ബലം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.